റിപ്പബ്ലിക് ദിനത്തിൽ പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അതിൽ കേരളത്തിൽ നിന്ന് നടൻ മമ്മൂട്ടി പത്മഭൂഷൺ അർഹനാകും എന്ന് വിചാരിക്കപ്പെട്ടിരുന്നു. കുറേ ആളുകളെങ്കിലും അങ്ങനെ കരുതി. പക്ഷെ അതുണ്ടായില്ല. മമ്മൂട്ടി എന്തുകൊണ്ട് പത്മഭൂഷൺ പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്നില്ല എന്ന വിമർശനം ഒരു വശത്ത് നിന്ന് കുറേ ആളുകൾ ഉന്നയിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തന്നെ മലയാളത്തിൽ നിന്നുള്ള അർഹരായ മനുഷ്യരെ ഈ പുരസ്കാരങ്ങൾക്ക് പരിഗണിച്ചിട്ടില്ല എന്ന വളരെ സീരിയസ് ആയിട്ടുള്ള വിമർശനം ഉയർത്തുകയും ചെയ്തു. പലതരം പ്രതികരണങ്ങൾ അതിനകത്തുണ്ട്. മമ്മൂട്ടിക്ക് ഇതിന് മുമ്പ് കിട്ടിയത് ഞങ്ങളുടെ കാലത്തല്ലേ എന്ന് വി മുരളീധരൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ മമ്മൂട്ടിയെപ്പോലെ ഒരാൾ ഭരണകൂടത്തിൻ്റെ ഇത്തരം പുരസ്കാരങ്ങൾ കിട്ടാത്തതാണ് അദ്ദേഹത്തിൻ്റെ നേട്ടമായി കരുതേണ്ടത് എന്ന് ചില ആളുകൾ ചില നിലക്കുള്ള കമ്മിറ്റികൾ പറയുന്നു. പലതരത്തിലുണ്ട്. ഇനിയും മമ്മൂട്ടി എന്തുകൊണ്ട് പരിഗണിക്കപ്പെട്ടില്ല എന്ന ചോദ്യം സജീവമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. താനും ദൗസാവിന് എന്താണ് തോന്നുന്നത്? പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ BJP സർക്കാരിൻ്റെ രാഷ്ട്രീയം സമ്പൂർണ്ണമായി നടപ്പിലാക്കപ്പെട്ടു, അങ്ങനെ ഒഴിവാക്കപ്പെട്ടു മമ്മൂട്ടി എന്ന് വിചാരിക്കണോ? അല്ല, മമ്മൂട്ടിക്ക് പത്മവിഭൂഷണോ പത്മഭൂഷണോ അത് ലഭിക്കുവാൻ എന്തുകൊണ്ടും അർഹതയുണ്ട്. ആ ഒരു കാര്യത്തിലൊരു സംശയമില്ല. BJP എന്തുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിനും കാരണങ്ങളുണ്ടാകാം. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മുമ്പ് ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിരുന്നു, അവർ ഇത്തരം സിവിലിയൻ പുരസ്കാരങ്ങൾ കൊടുക്കുന്നതിൽ കാണിക്കുന്ന എന്താ പറയുക സൂക്ഷ്മത, അല്ലെങ്കിൽ അതിലെ ഒരു ടാർഗറ്റ്, വളരെ പ്രിസിഷൻ ടാർഗറ്റുകൾ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ 2004 വാജ്പേയി സർക്കാർ മോഡി സർക്കാർ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന സമയത്ത് 2014 അന്ന് കേരളത്തിൽ നിന്ന് പത്മ പുരസ്കാരം കിട്ടിയ ഒരാൾ നമ്മുടെ പി പരമേശ്വരനാണ്. ഇത് യോഗിയുടെ ജീവിതം ജീവിച്ച RSS പ്രചാരകൻ. ഞാൻ വേറെ ഇതെന്ന് പറയട്ടെ, 2021 പത്മ പുരസ്കാരങ്ങൾ എടുക്കുക. അതിലൊരു പുരസ്കാര ജേതാവ് അലി മണിക് ഖാനാണ്. ആ വർഷം ശ്രദ്ധിക്കണം നിഷാദെ, ഈ ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട് വലിയ ബഹളം നടക്കുന്നു. ലക്ഷദ്വീപിൻ്റെ മേൽ ഈ കേന്ദ്ര സർക്കാർ അമിതാധികാര പ്രയോഗം നടത്തുന്നു. അതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന അതിൻ്റെ തൊട്ട് ശേഷമാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അലി മണിക് ഖാൻ, ലക്ഷദ്വീപിലുള്ള അലി മണിക് ഖാൻ പത്മ പുരസ്കാരം. പൂതേരി ബാലൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് അന്ന് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. നിഷാദിനറിയോ പൂതേരി ബാലൻ? പൂതേരി ബാലൻ എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ്. പക്ഷെ അദ്ദേഹത്തെ ആർക്കും അറിയില്ല. അദ്ദേഹം 214 പുസ്തകം എഴുതിയിട്ടുണ്ട്. കാഴ്ച പരിമിതി ഉള്ള ആളാണ്. 214 പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ വിവിധ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. കേരളത്തിൽ ടെമ്പിൾ ലിറ്ററേച്ചർ ആണ്. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, ക്ഷേത്ര ചടങ്ങുകൾ, ഇതിനെക്കുറിച്ചിട്ടുള്ള 214 പുസ്തകങ്ങൾ എഴുതിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഒരാളെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, കൊടുക്കുന്നു. ഇത്തവണ വന്നതിൽ ഒരു നെൽകർഷകനുണ്ട്, കാസർഗോഡ് നിന്നുള്ള ഒരു നെൽകർഷകൻ, പേര് മറന്നുപോയി. അപ്പോൾ ഇങ്ങനെ BJPയുടെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്, RSSൻ്റെ സാംസ്കാരികമായ ലക്ഷ്യങ്ങളുണ്ട്, സംഘ അതുമായിട്ട് നിൽക്കുന്നവരാണ്. അദ്ദേഹത്തെ ഇപ്പോൾ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സെനറ്റിൽ അദ്ദേഹം ഉണ്ട് കേട്ടോ. അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. തിരുവനന്തപുരത്ത് രാജകുമാരിക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് തിരുവനന്തപുരത്തെ റൈറ്റ് വിങ് സെന്റിമെന്റ്. അവിടെ രാജ്ഞിക്ക് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് മുനി നാരായണ പ്രസാദിന് കൊടുക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുകുലത്തിൽ. വളരെ സൂക്ഷ്മമായിട്ടുള്ള പരിപാടിയാണ്. കുറേ പ്രാഞ്ചികൾക്ക് കൊടുക്കുക, കുറേ പഴയ പെൻഷൻ പറ്റിയ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുക. ഗവർണർ പദവിയും കൂടി കഴിഞ്ഞാൽ ഈ പറയുന്ന വൃദ്ധ രാഷ്ട്രീയക്കാർക്ക് കിട്ടാനിടയുള്ള ഒരു സാധനം കൂടെയാണ് ഈ പത്മ പുരസ്കാരം. അങ്ങനെയല്ല, വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സൂക്ഷ്മത അവർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിരഞ്ജീവിക്ക് പത്മവിഭൂഷൺ കൊടുക്കുന്നു. നേരത്തെ പത്മഭൂഷൺ കിട്ടിയ ആളാണ് ചിരഞ്ജീവി. പ്രജാരാജ്യമൊക്കെ കഴിഞ്ഞ് കോൺഗ്രസുമായിട്ടുള്ള ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ ആന്ധ്രയിൽ നിന്ന് പുള്ളിക്ക് കൊടുത്താൽ അതിൻ്റെ ഒരു സാധ്യത അവർ കാണുന്നുണ്ട്. എങ്ങനെ ക്രൈറ്റീരിയ വർക്ക് ചെയ്യുമ്പോൾ മമ്മൂട്ടി അതിനകത്ത് സ്വാഭാവികമായിട്ടും വരില്ല. അങ്ങനെ വരില്ല, അങ്ങനെ നിശ്ചയമായി. മമ്മൂട്ടി കൊടുത്തിട്ട് എന്നാ കാര്യം, എന്ത് കാര്യം? അപ്പോൾ ആ നിലക്ക് വളരെ ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടെ. ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് ആ പ്രഭാഷണം ശ്രദ്ധിക്കുക. ഓരോ പ്രഭാഷണത്തിലും 1-2 മെൻഷനിങ് ഉണ്ടാവും. അത് ചില്ലറ കാര്യമല്ല. ഇപ്പോൾ നിഷാദിൻ്റെ
പ്രദേശത്ത് ഒരാളെ മെൻഷൻ ചെയ്യുന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ഫ്ലക്സ് വെക്കുന്നു, അദ്ദേഹത്തിന് സ്വീകരണം കൊടുക്കുന്നു, വലിയ സംഭവം. അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ഒരു ഗോ സംരക്ഷകനാകാം, കയറ് പിരിക്കാനാകാം, കക്ക വരുന്ന ആളാകാം. എന്തെങ്കിലും ഒരു സംതിങ് യുണീക്ക് ആയിട്ട് എന്തെങ്കിലും ചെയ്ത രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മനുഷ്യർ. അദ്ദേഹത്തിന് അതിലൊരു ഒരു ചിലവുമില്ല. അദ്ദേഹത്തിന് ഈ പ്രസംഗം തയ്യാറാക്കി കൊടുക്കുന്ന ആൾ അത് തയ്യാറാക്കുന്നു, പുള്ളി അതൊന്ന് മെൻഷൻ ചെയ്യുന്നു. പക്ഷേ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ BJPക്ക് അത് ഫലം കൊയ്യുന്നുണ്ട്. അവരുടെ ഔട്ട്റീച്ചിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇത്ര സൂക്ഷ്മമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഇപ്പോൾ VD സതീശൻ്റെ കുറിപ്പിൽ പറയുന്നുണ്ടല്ലോ, മമ്മൂട്ടിക്ക് 98 പത്മശ്രീ കൊടുത്തതിന് ശേഷം ഇതുവരെ കൊടുത്തില്ല. എൻ്റെ മനസ്സിൽ വന്ന പേര് ഇന്ന പേരുകളായി. എന്നാൽ ശ്രീകുമാരൻ തമ്പിയുടെ പേര് പറയുന്നുണ്ട്. ഞാൻ ശ്രീകുമാരൻ തമ്പിക്ക് എന്താണ് അവർ കൊടുക്കാത്തത് എന്നെ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അദ്ദേഹം സജീവമായിട്ട് ഈ സംഘ അനുകൂല സ്റ്റേജുകളിലും സംഭവങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷംസീർ വിവാദം ഉണ്ടായപ്പോൾ അതിശക്തമായി ഷംസീറിനെതിരെ നിന്നിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ ഗവർണറായത് നമ്മുടെ മഹാഭാഗ്യമാണ് എന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാതെ ഒരു പക്ഷേ പോരാ, കുറച്ചുകൂടെ ഒന്ന് വരട്ടെ എന്നായിരിക്കാം ഒരു പക്ഷേ. എനിവേ, സതീശന് ഇതിനെക്കുറിച്ച് പറയാൻ ഒരു അർഹതയില്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇപ്പം മമ്മൂട്ടിക്ക് പത്മശ്രീയുടെ കാര്യം സതീശൻ പറഞ്ഞല്ലോ, അതാരാ കൊടുത്തത്? IK ഗുജറാൾ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് അത് പ്രഖ്യാപിക്കുന്നത്. കൊടുത്തത് വാജ്പേയിയാണ്, ശേഷം വന്ന വാജ്പേയിയാണ്. 98 മുമ്പ് ഇന്ത്യ ഭരിച്ചത് ആരാണ്? കൂടുതൽ കാലം ഭരിച്ചത്. അന്നൊന്നും മമ്മൂട്ടിക്ക് ഇതിന് അർഹത ഉണ്ടായിരുന്നില്ലേ? പത്മശ്രീക്കെങ്കിലും അർഹത ഉണ്ടായിരുന്നില്ലേ? ഈ പത്മ അവാർഡുകൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ആർക്കാണ്? എക്സെപ്ഷണൽ സർവീസാണ്, അല്ല ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസ്. പത്മഭൂഷൺ ഡിസ്റ്റിങ്വിഷ്ഡ് സർവീസ് ഓഫ് ഹൈ ഓർഡർ. പത്മവിഭൂഷൺ ഡിസ്റ്റിങ്വിഷ്ഡ് ആൻഡ് എക്സെപ്ഷണൽ സർവീസ്. ഇതിലേതെങ്കിലും ഒന്നിൽ 98 മുമ്പ് മമ്മൂട്ടി എന്താ നിശ്ചയമായും പെടേണ്ട ഒരാളല്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് ഇത്തരം സിവിലിയൻ അവാർഡ്സിനെ കണ്ടതെന്ന് കൂടെ നമ്മൾ കാണണം. പ്രാഞ്ചികൾക്ക് ഇത് കൊടുക്കുക എന്ന് പറയുന്ന സംസ്കാരം കൊണ്ട് ഉണ്ടാക്കിയത് കോൺഗ്രസ്സാണ്. മമ്മൂട്ടിക്ക് പത്മവിഭൂഷൺ നിശ്ചയമായും അർഹതയുണ്ട്, അദ്ദേഹത്തിന് ലഭിക്കേണ്ടതൊക്കെ തന്നെയാണ്. പക്ഷേ അതിനെ വിമർശിക്കാനുള്ള അവകാശം സതീഷിനില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എന്താണ് തോന്നുന്നത്? മമ്മൂട്ടി ഇതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം BJP രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്നതാണ് ഓരോ അവാർഡുകളും. അപ്പോൾ അത് കിട്ടുക എന്നതിനകത്ത് പോലും BJPക്ക് രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടാവും. അത് ഈ കാലത്ത് മമ്മൂട്ടിക്ക് അത്ര നന്നാവില്ല എന്ന അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. ഞാൻ ഈ തവണ വന്ന പത്മ അവാർഡ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കി. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമാണ് UP. ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽപ്പെട്ട മധ്യപ്രദേശ്, രാജസ്ഥാൻ. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ലിസ്റ്റിലെ ആൾക്കാർ കുറവാണ്. സൗത്ത് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാളാണ് ഏറ്റവും കൂടുതൽ. ഞാൻ അതിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഏറ്റവും കൂടുതലേക്ക് ആളുകൾ സ്ഥാനം പിടിച്ചിട്ടുള്ളത് BJPക്ക് ശക്തിയില്ലാത്ത സംസ്ഥാനങ്ങളാണ്. ജാർഖണ്ഡ് അത്ര ശക്തിയുള്ള സ്ഥലമല്ല. ഒഡീഷ, ഇപ്പോൾ ഒഡീഷയിലെ ഏതൊരു വിത്തുകൾ സംരക്ഷിക്കുന്ന ഒരാൾക്ക് പത്മശ്രീ കിട്ടി ഓർക്കുന്നുണ്ടോ? കേരളത്തിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ MK കുഞ്ഞോൽ, ആ പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? MK കുഞ്ഞോൽ അയാളൊരു ദളിത് ആക്ടിവിസ്റ്റായിരുന്നു. പിന്നീട് വാജ്പേയിയുടെ കാലത്ത് അദ്ദേഹം BJPയിൽ ചേർന്നു. അങ്ങനെ എറണാകുളം ജില്ലയിൽ ഒരു ഇട്ടാവട്ടത്തിൽ അപ്പുറം വേറെ ആരും അറിയുന്ന ഒരാളല്ല, അയാൾക്ക് പത്മശ്രീ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലിസ്റ്റ് പെരുമ്പാവൂരാണ് അയാൾ. അപ്പോൾ ഇതാണ് ഒരു രീതി. അപ്പോൾ അവരതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. ഇവർ കാശ് വാങ്ങിയോ അല്ലാതെയോ, കമ്മീഷനൊക്കെ ഉണ്ടെന്നാണ് മറ്റേ പ്രാഞ്ചിയേട്ടൻ നമുക്ക് മനസ്സിലാവുക. അപ്പോൾ കാശ് വാങ്ങിയോ അല്ലാതെയോ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാധനം ഇവർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതാണ് നമുക്കത് മനസ്സിലാവുന്നത്. മമ്മൂട്ടിക്ക് കിട്ടില്ല. മമ്മൂട്ടി കിട്ടാത്തതിൻ്റെ കാരണം അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്, CPM സഹയാത്രികനാണ്. അതുകൊണ്ട് തന്നെ കിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് മതപരമായ കാര്യം കൊണ്ട് കിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തരം ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു വിവേചനം അല്ല അതിൽ പ്രശ്നം. മമ്മൂട്ടി കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിലൊരു കാര്യമില്ല അദ്ദേഹത്തിന്. ശ്രീകുമാരൻ തമ്പിക്ക് കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ കാര്യമുള്ളടത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ കൂടുതലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതലും സംഘ സഹയാത്രികരോ സംഘാനുഭാവികളോ സംഘിനെ ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്നവർക്കുമാണ് അത് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ മോദി ചെയ്ത ഒരേ ഒരു നല്ല കാര്യം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ വളരെ അധികം കാര്യങ്ങൾ മെൻഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ മോദി ചെയ്തൊരു നല്ല കാര്യം ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക് പത്മശ്രീ ഒന്ന് അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അവർ രാഷ്ട്രീയമായിട്ട് കൊടുത്തോട്ടെ, അത് അങ്ങനെ ഉപയോഗിച്ചോട്ടെ എന്നതിനപ്പുറം. അതിന് രണ്ടും അതിൻ്റെ ക്വാളിറ്റി മാറ്റേഴ്സ് കിടക്കുകയാണ്. ഒന്ന് അവർക്ക് ആവശ്യമുള്ള ആൾക്കാരെ അവർ പിക്ക് ചെയ്ത് കൊടുക്കുന്നു, രണ്ടാമത്തെ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കുന്നു. രണ്ടിൻ്റെയും 2014 മുമ്പുള്ള ലിസ്റ്റ് കാണുമ്പോഴാണ് നിഷാന് മനസ്സിലാവുക. അതായത് ഇവർക്കൊക്കെ എന്തിന് പത്മ അവാർഡ് കൊടുക്കുന്നു? നമുക്ക് 2014 മുമ്പ് കൊടുത്ത എല്ലാവർക്കും മോശം എന്നുള്ള അഭിപ്രായം എനിക്കില്ല. മോശം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പ്രാഞ്ചിയേട്ടന്മാർ ധാരാളം അതിലുണ്ടായിരുന്നു. ഇപ്പം ഈ കുറി എന്ന് വെച്ചാൽ തീരെ അറിയപ്പെടാത്ത ആളുകൾ, അവർ ഏതെങ്കിലും രീതിയിൽ അവരുടെ റീജിയണൽ വൈസിലെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുള്ള സംഘാനുഭവമുള്ള ആളുകൾ,
നിഷാദ് ഇപ്പോൾ നിങ്ങളുടെ എന്താണ് മണിമലേ അവിടെ കുറേ ഭൂമി മേടിക്കുക, നല്ലൊരു ഗ്രാമം സെറ്റപ്പാക്കാൻ വെച്ചാൽ വിവിധ തരം പശുക്കളെ കൊണ്ടുവരുന്നു, പലതരത്തിലുള്ള ഈ പശുവുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് നടത്തുന്ന നിനക്കൊരു പത്മ കിട്ടും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഗ്രാമം. ഈ പറയുന്ന ഈ വിത്തിന്റെ നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന ഏർപ്പാടുകളൊക്കെ നടത്തി കിട്ടും. നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു സ്ത്രീ അവാർഡ് കൊടുത്തിരുന്നു. അപ്പം അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടാവും. പക്ഷേ മോദി അതൊരു ഗുണം വെച്ചാൽ പ്രാഞ്ചേട്ടൻ ഒരു പാരമ്പര്യം അവസാനിപ്പിച്ചു എന്നുള്ളത് നല്ലതാണ്. ഇനിയിപ്പോൾ നാളെ മോദി പോയാലും വേറൊരു സർക്കാർ വന്നാലും ഇനി പ്രാഞ്ചേട്ടന്മാർക്ക് ഈ അവാർഡ് കൊടുക്കാൻ തയ്യാറാവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് BJP അതിനെ രാഷ്ട്രീയമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ സൂക്ഷ്മമായി ഉപയോഗിക്കുന്നു. സൂക്ഷ്മമായി ഉപയോഗിക്കുന്നു. യെസ്, അതൊക്കെയാണ് അപ്പോൾ നമ്മുടെ കമൻസ്. അപ്പോൾ ഇന്ന് അവസാനിപ്പിക്കാൻ നാളെ ഇരിക്കാൻ വീണ്ടും. നമസ്കാരം.